പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം വീണ്ടും പല്ല് തള്ളി വരുമോ? ചില പേഷ്യൻസ് പറയുന്നു അവർ 18 വയസ്സായപ്പോൾ ഒരു വട്ടം കമ്പി ഇട്ടതാണ്, അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും ഡോക്ടറെ പല്ല് തള്ളി വരുന്നുണ്ട്. ഈ ഒരു സിനാരിയോയ്ക്ക് ഏറ്റവും നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പല്ല് നമ്മൾ കമ്പി ഇട്ടതിന് ശേഷം അത് ആ ബ്രാക്കറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്ത അന്ന് തന്നെ നമ്മൾ ഒറ്റ കമ്പി ഇടേണ്ടതാണ്. ഒറ്റ കമ്പി നമ്മൾ 6 മാസം പകലും രാത്രിയും, അതിനുശേഷം ബാക്കി മാസങ്ങളിൽ നമ്മൾ 8 മാസം നമ്മൾ രാത്രി മാത്രം ഈ ഒറ്റക്കമ്പി ഇടേണ്ടതാണ്. നമ്മൾ ഈ ഒറ്റക്കമ്പി കറക്റ്റായിട്ട് നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പല്ല് പിന്നെയും നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നേ എങ്ങനെയാണോ ഈ പല്ല് ഇരുന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു വരാനായിട്ട് പല്ലിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കമ്പി കറക്റ്റായിട്ട് നമ്മൾ 6 മാസം പകലും രാത്രിയും ഇടുക. അതിനുശേഷം 8 മാസം നമ്മൾ രാത്രി മാത്രം ഇടുക. ഈ 1.5 വർഷം നമ്മൾ ഈ കമ്പി ലൂസാവുകയോ ഈ കമ്പി എന്തെങ്കിലും ടൈറ്റായി ഇരിക്കുകയോ വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ ഇത് കാണിക്കേണ്ടതാണ്. നമ്മൾ പലവരും ഈ ഒറ്റക്കമ്പി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിൽ ഒറ്റക്കമ്പി ഇടാനായിട്ട് മറന്നു പോകുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒറ്റക്കമ്പി എടുത്തിട്ട് വെള്ളത്തിൽ ഇടാതെ വരും. ഈ ഒറ്റക്കമ്പി നമ്മൾ വായിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു വെള്ളത്തിൽ മാത്രമേ ഇടാവുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും അതിൻ്റെ ആ ഒരു ഡൈമെൻഷൻ മാറുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ മുത്ത് ഒട്ടിച്ചിരുന്നപ്പോൾ ഉള്ള ആ രീതിയിൽ നമ്മൾ മാസത്തിൽ ഡോക്ടറെ പോയി കാണുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഈ ഒറ്റ കമ്പി ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ ചിലവർ ചെയ്യുന്നതാണ് ഈ ഒറ്റക്കമ്പി ലൂസാവുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ ഒറ്റയ്ക്ക് ഡെന്റിസ്റ്റ് ആവാനായിട്ട് അങ്ങ് നോക്കും. അവർ ഈ കമ്പി കഴിഞ്ഞ ദിവസം കണ്ടാണ് ഈ കമ്പി ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഈ കമ്പി അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് വളയോ തിരിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വളവിൽ നിന്നും തിരിച്ചിലിനും അനുസരിച്ച് ടൂത്തിൻ്റെ പൊസിഷൻ പിന്നെയും മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും സ്വന്തമായി ഡെന്റിസ്റ്റ് ആവാൻ നോക്കാതെ നിങ്ങൾ ചികിത്സിച്ച് ഡോക്ടറുടെ അടുത്ത് പോയി ആ കമ്പി നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം മിക്കവരും ഇപ്പം പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടി സൗന്ദര്യം കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പി ഇടുന്നത്. ആ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവരാരും ഇതിനെപ്പറ്റി ബോധേഡല്ല. അപ്പോൾ അതിലെന്തെങ്കിലും കുഞ്ഞ് കേട് വരുമ്പോഴോ അത് എന്ത് ചെയ്യും, ഡോക്ടറെ കേട് വന്നു പല്ല് എടുത്ത് മാറ്റാനായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളവിടെ ചിന്തിക്കേണ്ടത് നമ്മൾ കമ്പിയൊക്കെ ഇട്ട് നമ്മുടെ പല്ല് കറക്റ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ പിന്നെയും നമ്മൾ ഈ പല്ല് എടുത്ത് കഴിയുമ്പോൾ അവിടെ എന്ത് വരും, അവിടെ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലോട്ടും നമ്മുടെ ഈ പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പല്ലിൽ കമ്പിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു കുഞ്ഞ് കേട് വന്നാൽ പോലും നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പല്ല് എടുത്ത് മാറ്റുകയേ ചെയ്യരുത്. പിന്നെ പല്ല് പൊന്താനായിട്ടുള്ള ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലവർക്കും വിസ്റ്റൺ ടീത്ത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അണപ്പല്ല് വരും. ആ ലാസ്റ്റ് അണപ്പല്ല് വരുന്ന സമയത്ത് നമ്മുടെ പല്ല് ഫ്രണ്ടിലോട്ട് തള്ളുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ വിസ്റ്റൺ ടീത്തിന് വേണ്ടതായ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്.